Hello everyone, welcome to my channel. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഗുട്ട്ലി तो पराई है എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, यूं तो बड़ी बुआ गुटली को अच्छी लगती है पर उनसे बात करना उसे कुछ खास पसंद नहीं, क्यों? അതായത് ഗുട്ട്ലിക്ക് ബഡി ബുവനെ നോർമലി ഇഷ്ടമാണ്, പക്ഷെ അവരോട് സംസാരിക്കാനായിട്ട് വലിയ താല്പര്യമില്ല. അത് എന്തുകൊണ്ടാണെന്ന്. बुआ को नसीहत देने की आदत है. അത് കഴിഞ്ഞ ഫുൾ സ്റ്റോപ്പ് ഉണ്ട് കേട്ടോ. वह हर बात पर गुटली को टोकती रहती है और कहती है कि गुटली पराये घर की अमानत है, इसलिए गुटली को उनसे बात करना ज्यादा पसंद नहीं है. എന്താന്ന് വെച്ചാല് ഈ ബുവയ്ക്ക് എല്ലാ കാര്യത്തിലും ഉപദേശിക്കുന്ന ഒരു ശീലമുണ്ട്. ആദത്ത് എന്ന് പറഞ്ഞാൽ ഹാബിറ്റ്, ശീലം. ഗുട്ട്ലി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും ബുവ. അതിനാണ് ഈ റോക്ന ടോക്ന എന്ന് പറയുന്നത്. അതുപോലെ എപ്പോഴും പറയും ഗുട്ട്ലി അന്യന്റെ വീട്ടിലെ സ്വത്താണ് എന്നൊക്കെ. അതുകൊണ്ട് തന്നെ ഈ ഉപദേശവും ഇങ്ങനത്തെ സംസാരം ഉള്ളതുകൊണ്ട് തന്നെ ഗുട്ട്ലിക്ക് ബുവോട് സംസാരിക്കാനായിട്ട് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. अरे बेवकूफ, यह घर तो पराया है, बुआ गुटली से ऐसा क्यों कहती है? ഈ വീട് നിന്റെ അല്ല എന്ന് ബുവ ഗുട്ട്ലിയോട് പറയുന്നത് എന്തുകൊണ്ട്? बुआ का मानना है कि लड़कियों को एक दिन शादी करके पति के घर जाना है, इसलिए अपना ससुराल ही उसका असली घर है. ബുവ വിശ്വസിക്കുന്നത് പെൺകുട്ടികൾ വിവാഹം കഴിച്ച് ഭർത്താവിന്റെ വീട്ടിലേക്ക് പോവാനുള്ളതാണ്, അതുകൊണ്ട് തന്നെ ഭർത്താവിന്റെ വീടാണ് അവരുടെ സ്വന്തം വീട് എന്നാണ്. जिस घर में बेटी पली बड़ी है वह उसका अपना घर नहीं, उस घर के लिए वह पराई होती है. इसी सोच के कारण बुआ गुटली से ऐसे बात करती है. പെൺകുട്ടി ജനിച്ച് വളർന്ന വീട് അവളുടെ വീടല്ല, ആ വീടിനെ സംബന്ധിച്ചിടത്തോളം അവൾ അന്യയാണ് എന്നുള്ള ഒരു ചിന്താഗതിയാണ് ബുവയ്ക്കുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ബുവ ഗുട്ട്ലിയോട് ഇത്തരത്തിൽ സംസാരിക്കുന്നത്. ലഗാ ജൈസെ ഉസ്കെ पैरों के नीचे से जमीन खींच ली गई हो, गुटली को ऐसा क्यों लगता है? पैरों के नीचे से जमीन खींच लेना എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ലിറ്ററൽ അർത്ഥം എന്താണ്? കാലിന്റെ അടിയിൽ നിന്ന് ഭൂമി വലിച്ചെടുക്കുക എന്നൊക്കെയാണ്. പക്ഷെ അതിന്റെ കറക്റ്റ് അവർ ഉദ്ദേശിക്കുന്ന മീനിങ് എന്താന്ന് വെച്ചാല് ഗുട്ട്ലി ഞെട്ടിത്തെരിച്ച് നിന്നുപോയി, ഭയങ്കര ഷോക്ക്ഡ് ആയിട്ട് നിന്നുപോയി എന്നുള്ളതാണ്. അങ്ങനെ ഗുട്ട്ലിയുടെ കണ്ടീഷൻ ഇങ്ങനെയാവാൻ എന്താണ് കാരണം എന്നാണ് ക്വസ്റ്റ്യൻ. बुआ गुटली से कहती है कि यह घर उसके लिए पराया है, उसका ससुराल ही उसका असली घर है. यह सब सुनकर गुटली उदास होती है और उसके पास माँ आती है. माँ की बातों से लगता है कि वह भी बुआ से सहमत है. यह सब सुनकर गुटली को लगता है जैसे उसके पैरों तले जमीन खींच ली गई हो. അപ്പോൾ ബുവ ഗുട്ട്ലിയോട് പറയാണ് ഈ വീട് ഗുട്ട്ലിയുടേതല്ല, ഗുട്ട്ലിയുടെ യഥാർത്ഥ വീട് അവളുടെ ഭർത്താവിന്റെ വീടാണെന്ന്. അപ്പൊ ഇതൊക്കെ കേട്ട് വിഷമിച്ചിരിക്കുകയായിരുന്നു ഗുട്ട്ലി. ആ സമയത്ത് സമാധാനിപ്പിക്കാനായിട്ട് അമ്മ അടുത്തു വന്നു. എന്നാൽ അമ്മയുടെ സംസാരത്തിൽ നിന്ന് തോന്നിയത് അമ്മ ബുവ പറഞ്ഞ കാര്യങ്ങളോട് യോജിക്കുന്നു എന്നതാണ്. സെഹമത് ഹോന എന്ന് പറഞ്ഞാൽ യോജിക്കുക, ടു എഗ്രി. അപ്പൊ ഇതെല്ലാം കേട്ടപ്പോ ഗുട്ട്ലി ഭയങ്കര ഷോക്ക്ഡ് ആയിട്ട് നിന്നു. അതുകൊണ്ടാണ് ലേഖിക പറയുന്നത് ഗുട്ട്ലി കോ ऐसा लगा जैसे उसके पैरों तले जमीन खींच ली गई हो എന്ന്. पर ताऊ जी, उसमें भैया के छोटे से बेटे का भी नाम है जो अभी बोल भी नहीं सकता, तो मेरा यहाँ कौन सी सामाजिक अव्यवस्था की झलक मिलती है? അതായത് നമ്മൾ സ്റ്റോറിയിൽ കണ്ടു ആ ദീദിയുടെ ഷാദിക്ക് ഈ ഭയ്യയുടെ ഒരു ചെറിയ കുട്ടിയുണ്ട്. ആ കുട്ടി സംസാരിക്കാറ് പോലും ആയിട്ടില്ല. അത്രയും ചെറിയ കുട്ടിയുടെ പേര് വരെ പ്രിന്റ് ചെയ്തു, പക്ഷെ കുട്ടിയുടെ പേര് പ്രിന്റ് ചെയ്തില്ല. അപ്പോൾ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ നിന്ന് ഏത് ഒരു സാമാജിക് അവ്യവസ്ഥയെ കുറിച്ചിട്ടാണ് നമുക്ക് മനസ്സിലാവുന്നത്. സാമാജിക അവ്യവസ്ഥ എന്ന് പറയുന്നത് സമൂഹത്തിലെ ശരിയല്ലാത്ത ഒരു ആചാരം, അങ്ങനത്തെ ഏത് ആചാരത്തെ കുറിച്ചാണ് നമുക്ക് ഇതിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. यह परिवारों में होने वाले लड़कों और लड़कियों के बीच के भेदभाव को दिखाते हैं. हमारा समाज पुरुष मेधा है, इसलिए परिवारों में पुरुषों को उच्च और स्त्रियों को निम्न मानते हैं. ഈ ഒരു കാര്യം കുടുംബങ്ങളിൽ ആൺകുട്ടിയും പെൺകുട്ടിയും തമ്മിൽ കാണിക്കുന്ന ആ വേർതിരിവിനെയാണ് കാണിക്കുന്നത്. നമ്മളുടെ സമൂഹം പുരുഷ് മേധ എന്ന് പറഞ്ഞാൽ മെയിൽ ഡോമിനേറ്റഡ് ആണ്, പുരുഷന്മാർക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന സമൂഹമാണ്. ഈ സമൂഹത്തിൽ, ഈ മെയിൽ ഡോമിനേറ്റഡ് സൊസൈറ്റിയിൽ പുരുഷന്മാർക്ക് ഉയർന്ന സ്ഥാനവും
സ്ത്രീകൾക്ക് താഴ്ന്ന സ്ഥാനവുമാണ് കൊടുക്കുന്നത്, അങ്ങനെയാണ് വിശ്വസിച്ചു വരുന്നത്. घर की बेटियों को कभी भी बेटों के समान अधिकार नहीं मिलता. उन्हें हमेशा यह जताया जाता है कि वह दूसरे घर में शादी करके जाने वाली है, वह पराये घर की अमानत है. इसी सोच को समाज की इसी व्यवस्था को यहाँ दिखाई गई है. അപ്പം കുടുംബത്തിലെ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും എപ്പോഴും ഒരുപോലെയല്ല ട്രീറ്റ് ചെയ്യുന്നത്. പെൺകുട്ടികളെ എപ്പോഴും വീട്ടുകാരെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും, നീ ഈ വീട്ടിലത്തെ കുട്ടിയല്ല, നാളെ വേറൊരു വീട്ടിലേക്ക് വിവാഹം കഴിച്ചു പോകേണ്ടതാണ്, അവരുടെ സമ്പത്താണ് എന്നൊക്കെ എപ്പോഴും ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ ചിന്താഗതിയെ, സമൂഹത്തിലെ ഇതേ ഒരു വ്യവസ്ഥയെ ആണ് ഇവിടെ കാണിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള രണ്ട് കോണ്ടെക്സ്റ്റ് ഉണ്ട്, അതിനെ ബേസ് ചെയ്തിട്ട് ഈ രണ്ട് കാര്യങ്ങൾ എന്തിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്, ആ വിഷയത്തെക്കുറിച്ച് നമ്മളുടെ അഭിപ്രായം എന്താണെന്നും കൂടി എഴുതണം. അപ്പോൾ മേലെ പറഞ്ഞ രണ്ട് കോണ്ടെക്സ്റ്റ് ഞാൻ മുമ്പത്തെ ക്വസ്റ്റ്യൻസിൽ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് അത് പറയുന്നില്ല കേട്ടോ. ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് നിങ്ങൾ ഇതിന്റെ മുന്നത്തെ ക്വസ്റ്റ്യന് തന്ന ആൻസർ തന്നെ എഴുതിയാൽ മതി, സെയിം തന്നെയാണ് വരുന്നത്. അതിന്റെ താഴെ നിങ്ങളുടെ ഒപ്പീനിയൻ ആയിട്ട് എന്തെഴുതണം, ലഡ്കിയോ കെ പ്രതി ऐसा भेदभाव करना अनुचित है. പെൺകുട്ടികളെ പ്രതി ഇങ്ങനെ ഒരു വേർതിരിവ് കാണിക്കുന്നത് ശരിയല്ല എന്നും കൂടി ഉൾപ്പെടുത്തുക. അത് മാത്രമേ ഇതിലൊരു ചേഞ്ച് ഉള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. गुटली अपने मन की बातें सहेली को बताना चाहती है, लिखें सहेली के नाम गुटली का पत्र. അപ്പോൾ ഗുട്ട്ലി തന്റെ മനസ്സിലെ വിഷമങ്ങളൊക്കെ ഒരു ഫ്രണ്ടിനെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം ഗുട്ട്ലിയുടെ ആ ലെറ്റർ എഴുതാനാണ് പറയുന്നത്. ഫസ്റ്റ് പ്ലേസ്, ഡേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പ്രിയ രാശി, തും കാസി ഹോ, ആശാ കർത്തി ഹൂ എന്നാണ് കേട്ടോ, ഹോ എന്നല്ല. ആശാ കർത്തി ഹൂ कि घर में सब कुशल मंगल है. मैं यह खत तुम्हें एक बात बताने के लिए लिख रही हूँ. ഫസ്റ്റ് തന്നെ ചോദിക്കുകയാണ്, നിനക്ക് സുഖല്ലേ, വീട്ടിലെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു, അപ്പോൾ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ലെറ്റർ എഴുതുന്നത്. मेरे घर वाले कहते हैं कि मैं उनके लिए पराई हूँ, मेरा ससुराल ही मेरा अपना घर है. मेरी बुआ मुझे बात बात पर रोकती रहती है. रोकती, സ്റ്റോപ്പ് ചെയ്യാന്നുള്ള रोकतीയാണ് കേട്ടോ, रोकती എന്നല്ല, അത് ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ്. कि ऐसा मत करो वैसा मत करो क्योंकि तुम एक लड़की हो. मुझे यह बातें बिल्कुल भी अच्छी नहीं लगती और मैं इस भेदभाव को मानती भी नहीं. അപ്പം എൻ്റെ വീട്ടുകാർ പറയുന്നത് ഞാൻ പരായിയാണ്, ഞാൻ ഇവിടുത്തെ കുട്ടിയല്ല, സസുറാലാണ് എൻ്റെ യഥാർത്ഥമായിട്ടുള്ള വീട് എന്നൊക്കെയാണ്. എൻ്റെ ബുവ എന്നെ എല്ലാ കാര്യത്തിലും കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കും, അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത്, കാരണം നീ ഒരു പെൺകുട്ടിയാണ് എന്നാണ് ബുവ പറയുന്നത്. എനിക്കാണെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഒട്ടും ഇഷ്ടമല്ല. അതുപോലെ തന്നെ ഇത്തരം ഭേദ്ഭാവില്, ഇത്തരം വേർതിരിവില് ഞാൻ വിശ്വസിക്കുന്നുമില്ല. बुआ हमेशा की तरह नसीहत दे रही थी और मैंने पूछ ही लिया कि आप मुझे बार बार रोकती टोकती क्यों रहती है. രണ്ട് റോക്തി അല്ല കേട്ടോ, ഒരു റോക്തി കഴിഞ്ഞാൽ രണ്ടാമത്തെ ടോക്തി എന്നാണ്. ബുവ എന്നത്തെയും പോലെ ഉപദേശിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അവസാനം ഞാൻ ചോദിച്ചു, എന്തിനാണ് എന്നെ എല്ലാ കാര്യത്തിലും ഇങ്ങനെ കൺട്രോൾ ചെയ്യുന്നത് എന്ന്. तब उन्होंने कहा कि जिस घर में मैं पली बड़ी हूँ वह मेरा अपना घर नहीं है. शादी के बाद मेरे पति का घर ही मेरा घर होगा. माँ भी बुआ से सहमत है. मैं ये सब सुनकर बहुत उदास हुई. तब मुझे याद आया कि पिछले वर्ष मेरे दीदी की शादी के कार्ड में मेरा नाम छपवाया नहीं गया था. जब मैंने ताऊजी से इस विषय में बात की तो उन्होंने कहा कि अपने घर की लड़कियों के नाम शादी के कार्ड पर नहीं छापते. उन्होंने कहा कि जब मेरी शादी होगी तभी कार्ड पर मेरा नाम छपवाएंगे. ബുവ പറഞ്ഞു, എന്താണ്, പെൺകുട്ടികൾ അവർ ജനിച്ചു വളർന്ന വീട്ടിലത്തെ അല്ല, അവരെ വേറൊരു വീട്ടിലേക്ക് വിവാഹം കഴിച്ച് അയക്കാനുള്ളതാണ്, അതാണ് അവരുടെ സ്വന്തം വീട് എന്നൊക്കെ. ഇത് കേട്ടിട്ട് ഗുട്ട്ലി വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഗുട്ട്ലിനെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് അമ്മ വന്നു. അമ്മയും ബുവയുടെ സംസാരത്തോട് യോജിക്കുന്നു എന്ന് മനസ്സിലായപ്പോൾ ഗുട്ട്ലിക്ക് വല്ലാതെ വിഷമായി. അപ്പോഴാണ് ഗുട്ട്ലി ഓർത്തത്, കഴിഞ്ഞ വർഷം ചേച്ചിയുടെ കല്യാണത്തിന് ആ കാർഡിൽ ഗുട്ട്ലിയുടെ പേര് എന്താണ് പ്രിന്റ് ചെയ്യാത്തതെന്ന് ചോദിച്ചപ്പോൾ താവുജി പറഞ്ഞത് സ്വന്തം വീട്ടിലെ പെൺകുട്ടികളുടെ പേര് കാർഡിൽ പ്രിന്റ് ചെയ്യാൻ പറ്റില്ല, ഗുട്ട്ലിയുടെ കല്യാണം എന്നാണോ നടക്കുന്നത് അന്ന് ആ കാർഡിലാണ് ഗുട്ട്ലിയുടെ പേര് പ്രിന്റ് ചെയ്യാന്ന്.
इतने वर्षों से मेरे घर में यह भेदभाव होता आया है और मैं ये कभी समझ ही नहीं पाई। वे लोग हमें पराया कहते भी है और हमसे घर के सारे काम करवाते भी है. ഗുട്ട്ലി പറയുന്നത് ഇത്രയും വർഷങ്ങളായിട്ട് ഇങ്ങനെ ഒരു ഡിഫറൻഷിയേഷൻ എൻ്റെ വീട്ടിൽ തന്നെ നടന്നുകൊണ്ടിരുന്നു. പക്ഷെ ഞാൻ ഒരിക്കലും അത് കണ്ടില്ല. അവര് നമ്മൾ അന്യരാണ് എന്ന് പറയുകയും അതോടൊപ്പം തന്നെ വീട്ടിലെ എല്ലാ ജോലികളും നമ്മളെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കുകയും ചെയ്യുന്നു. मैंने अपने घर के सारे काम करना बंद कर दिया है. जब हम लड़कियां पराई ही है और अपने मनचाही कोई चीज हम नहीं कर सकते तो फिर हमसे घर के काम क्यों करवाते हैं. അപ്പം ഞാൻ എൻ്റെ വീട്ടിലെ ജോലികളൊക്കെ ചെയ്യുന്നത് നിർത്തിയിരിക്കുന്നു. നമ്മൾ പെൺകുട്ടികൾ പരായി തന്നെയാണെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ പിന്നെ എന്തിനാണ് വീട്ടിലെ ജോലികൾ മൊത്തം നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. ആ കർവാത്തെ ഹേ കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻ മാർക്കാണ് കേട്ടോ. यह भेदभाव बिल्कुल भी सही नहीं है और मैंने इसके खिलाफ आवाज उठाने का निर्णय ले लिया है. അപ്പം ഈ ഒരു വേർതിരിവ് ഒരിക്കലും ശരിയല്ല. ഞാൻ ഇതിനെ എതിരെ ശബ്ദമുയർത്താനായിട്ട് തീരുമാനിച്ചു കഴിഞ്ഞു. इस बात पर तुम्हारी राय क्या है? क्या तुम्हारे घर में भी यह सब होता है? मुझे बताना जरूर. तुम्हारे जवाब की इंतजार में. അപ്പോൾ ഈ വിഷയത്തിൽ നിന്റെ അഭിപ്രായം എന്താണ്? നിന്റെ വീട്ടിലും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ടോ? എന്നോട് എന്തായാലും പറയണം. ആൻഡ് വെയിറ്റിംഗ് ഫോർ യുവർ റിപ്ലൈ എന്ന് പറഞ്ഞിട്ട് ലെറ്റർ അവസാനിപ്പിക്കുകയാണ്. തുമ്ഹാരി സഹേലി ഗുട്ട്ലി ഹസ്താക്ഷർ സേവാമേ രാശി. രാശിയുടെ അഡ്രസ്സ്. सामाजिक असमानता के खिलाफ गुटली अपने ढंग से आवाज उठाती है. असमानताओं के विरुद्ध आप क्या क्या कर सकते हैं? അപ്പം ഗുട്ട്ലി ഇത്തരം വേർതിരിവുകൾക്കെതിരെ സ്വന്തം രീതിയിൽ എതിർപ്പ് പ്രകടിപ്പിക്കുകയാണ്. ഇത്തരം അസമാനതകൾക്കെതിരായിട്ട് നമ്മൾക്ക് എങ്ങനെയാണ് പ്രതികരിക്കാനാവുക എന്നാണ് ചോദിക്കുന്നത്. ഫസ്റ്റ് വൺ, പത്ര പത്രികാവും മേ ലിഖ് സക്തേ ഹെ. അതായത് ന്യൂസ് പേപ്പേഴ്സിലും മാഗസിൻസിലൊക്കെ ഇതിനെക്കുറിച്ച് എഴുതാം. കഹാനിയ ലിഖ് സക്തേ ഹെ, കവിത രച് സക്തേ ഹെ. കഹാനിയും കവിതയൊക്കെ എഴുതാം ഈ വിഷയത്തെ കുറിച്ചിട്ട്. ചിത്ര പ്രദർശനി ചലാ സക്തേ ഹെ. അതായത് ഫോട്ടോ എക്സിബിഷൻസ് നടത്താനായിട്ട് പറ്റും. ലോഗോ മേ അവബോധ് ജഗാനെ കെ ലിയെ പോസ്റ്റർ വഗേര തയ്യാർ കർ സക്തേ ഹെ. ജനങ്ങളെ ബോധവാന്മാരാക്കാൻ വേണ്ടിയിട്ട് അവരിലൊരു അവയർനെസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോസ്റ്റർ എല്ലാം തയ്യാറാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്സും സജഷൻസും ഒക്കെ എന്നെ കമന്റ് സെക്ഷനിൽ എഴുതി അറിയിക്കുക. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ.